4 സീറ്റിനും കുറച്ച് വോട്ടിനും വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായി UDF മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനം ഹരിപ്പാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിനെ എതിർക്കുക എന്ന ലക്ഷ്യത്തോടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങളെയാകെ എപ്പോഴും എതിർക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. കോൺഗ്രസ് വിജയിക്കുന്നിടം നാളെ BJP ഭരിക്കും. ഇതിനു കാരണം വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയാത്തത് കൊണ്ടാണ്. ഇത് ഭൂരിപക്ഷ വർഗീയതയാണെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ ലീഗിന് ഉറച്ച നിലപാടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മഹത്യാപരമായിരിക്കും അത്. കോൺഗ്രസിന്റെ അതേ അവസ്ഥയാണ് ലീഗിന് വരാൻ പോകുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. CPIM അതിന്റെ സ്വതന്ത്രമായ ശക്തി കൂടുതൽ കരുത്തുറ്റതാക്കുക എന്നത്, അപ്പോൾ അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വർഗീയതക്കും ആഗോളവൽക്കരണ നയങ്ങൾക്കുമെല്ലാം എതിരായി ജനകീയ താൽപര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊരുതുകയാണ് രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ കരുത്ത് വർദ്ധിപ്പിച്ചെടുക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി നാം കാണേണ്ടത്. ഇതിന്റെ തുടർച്ചയായി കേരളത്തിലെ സംഭവഗതികളാണ് നാം പരിശോധിക്കാനുള്ളത്. നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നാം പരിശോധിച്ചാൽ അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പോരാട്ടവുമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്താണ് കാണാൻ നമുക്ക് സാധിക്കുക. 2025 നവംബർ 1 അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണ്. LDFും LDF ഗവൺമെന്റും അതിദരിദ്രരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഈ നിലപാട് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും കാണാൻ കഴിയില്ലെന്നും ഇത്തരം കർമ്മ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിന് കഴിയില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി R. നാസർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ TK ദേവകുമാർ സമ്മേളനത്തിന് സ്വാഗതമേകി. ജനുവരി 10, 11, 12 തീയതികളിലായി ഹരിപ്പാട് ശബരി കൺവെൻഷൻ സെന്ററിലാണ് സമ്മേളനം നടക്കുക. വെള്ളിയാഴ്ച രാവിലെ പുഷ്പാർച്ചന, പതാക ഉയർത്തൽ, രക്തസാക്ഷി പ്രമേയം, അനുശോചന പ്രമേയം എന്നിവയ്ക്ക് ശേഷമായിരുന്നു സമ്മേളന നടപടികൾ ആരംഭിച്ചത്. വൈകുന്നേരം 6 മണ്ണാറശാല മൈതാനത്ത് ഇന്ത്യൻ ജനാധിപത്യം ഇന്നലെ, ഇന്ന്, നാളെ എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ മുല്ലക്കര രത്നാകരൻ, CS സുജാത, M. സത്യപാലൻ തുടങ്ങിയവർ സംസാരിക്കും. 12-ാം തീയതി ഞായറാഴ്ച സമ്മേളനം സമാപിക്കും. മാണി വിഭാഗത്തെ UDFിൽ എടുക്കുന്നത് സംബന്ധിച്ച് കേരള കോൺഗ്രസിന്റെ അഭിപ്രായം മുന്നണിയിൽ പറയുമെന്ന് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് കേരള കോൺഗ്രസ് കുട്ടനാട് നിയോജക മണ്ഡലം നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PJ ജോസഫിന്റെ അഭിപ്രായം മാനിച്ചു മാത്രമേ ഈ കാര്യത്തിൽ UDF തീരുമാനമെടുക്കൂ. ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം UDFിന്റെ മുന്നിലില്ല. 2ാം കൃഷിയുടെ നെല്ല് സംഭരിച്ച വകയിൽ കുട്ടനാട് താലൂക്കിൽ മാത്രം കർഷകർക്ക് 40 കോടി രൂപ കൊടുക്കുവാനുണ്ട്. പുഞ്ചകൃഷിയുമായി മുന്നോട്ടു പോകുവാൻ കർഷകർ ബുദ്ധിമുട്ടുകയാണ്. അടിയന്തരമായി നെല്ലുവില കർഷകർക്ക് കൊടുക്കുവാനുള്ള നടപടി സ്വീകരിക്കണം. ഓരുമുട്ടുകളിലൂടെ വെള്ളം കയറി കൃഷി നശിക്കാതിരിക്കുവാനുള്ള നടപടികളും അടിയന്തരമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാവരും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാ ക്യാമ്പുകളും വളരെ പ്രാധാന്യത്തോടെ നടത്താനാണ് ഇപ്രാവശ്യം പാർട്ടി ഉദ്ദേശിച്ചത്. ഈ ജില്ലാ ക്യാമ്പിന്റെ തുടർച്ചയായി പാർട്ടിക്ക് 2 പ്രോഗ്രാമുകൾ, ഒന്ന് നിയോജക മണ്ഡലം ക്യാമ്പുകൾ, മണ്ഡലം ദിശ ക്യാമ്പുകൾ. പാർട്ടിയെ വളർത്തുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം എല്ലാ കാലത്തും നടന്നിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ പഴയ മുതിർന്ന നേതാക്കളുടെയും പഴയകാല നേതാക്കൾ പ്രവർത്തകരുടെ മനസ്സിലുണ്ടാവും. നമ്മുടെ ദിശ ക്യാമ്പുകളാണ്. അതായത് ഫിലോസഫ് സാറൊക്കെ വളരെ വലിയ പ്രാധാന്യത്തോടെ ദിശ ക്യാമ്പുകൾക്ക് വേണ്ടി സമയം കണ്ടെത്തി എല്ലാ സ്ഥലത്തും വരികയും ഞങ്ങളോട് KS യൂത്ത് ഫണ്ടായ സമയങ്ങളിൽ നല്ലതുപോലെ അതിലൊക്കെ പോയി കേരളം ഒട്ടാകെ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ നിയോജക മണ്ഡലങ്ങളിലെല്ലാം ദിശ ക്യാമ്പുകൾ വന്നാൽ ഉള്ള ഗുണം, ഇവിടെ JK പ്രഭ്രാം പറഞ്ഞതുപോലെ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് താഴെത്തട്ടിലേക്ക് പാർട്ടി പ്രവർത്തകരെ കണ്ടെത്താൻ നമ്മളിപ്പോൾ ആരും പോകുന്നില്ല. അപ്പൊ താഴെത്തട്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചാലേ പഞ്ചായത്ത് മെമ്പർമാരുണ്ടാവുള്ളൂ. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് M. മാറ്റുണ്ണി, റോയി ഊരാംവേലി, സാബു തോട്ടുങ്കൽ, ജോസ് കാവനാടൻ, പ്രകാശ് പനവേലി, ബാബു പാറേക്കാടൻ, ജോസ് കോയിപ്പള്ളി, ആലീസ് ജോസി തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് കേരള നോളേജ് ഇക്കണോമി മിഷൻ
കെ ഡെസ്ക് 4 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി. സംസ്ഥാന ഗവൺമെന്റും ആലപ്പുഴ ജില്ലാ പഞ്ചായത്തും KDISCും സംയുക്തമായിട്ട് നടത്തുന്ന പദ്ധതിയാണ് വിജ്ഞാന കേരളം പദ്ധതി. അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കളെയും യുവതികളെയും കണ്ടെത്തി അവർക്ക് അനുയോജ്യമായിട്ടുള്ള തൊഴിൽ നൽകുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. ആവശ്യമെന്ന് കണ്ടാൽ നൈപുണ്യ പരിശീലനമടക്കം കൊടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെമ്പാടുമുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ആലപ്പുഴയിലെ ജില്ലാ പഞ്ചായത്ത് വിജ്ഞാന ആലപ്പുഴ എന്ന പദ്ധതി 6 മാസങ്ങൾക്ക് മുൻപേ തുടക്കം കുറിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജില്ലയിലെ 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജോബ് സ്റ്റേഷൻ തുറന്നിട്ടുണ്ട്. കുറേയേറെ സന്നദ്ധ പ്രവർത്തകരെ ഇതിൻ്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ DWMSൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 1,05,000 ആളുകൾ ആ DWMSൽ രജിസ്റ്റർ ചെയ്തവരാണ്. അവരെ എല്ലാം ജോബ് സ്റ്റേഷനിലൂടെ വിളിക്കുകയും വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 27,000-ഓളം പേര് ജോലി ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ജില്ലയിലെ അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് വിദേശത്തും സ്വദേശത്തുമായി തൊഴിൽ അവസരങ്ങൾ ലഭ്യമാക്കുകയും ആവശ്യമെങ്കിൽ നൈപുണ്യ പരിശീലനം നൽകി തൊഴിലെ സജ്ജമാക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ തൊഴിലന്വേഷകരെ കണ്ടെത്തുകയും യുക്തമായ തൊഴിലവസരങ്ങളിൽ അവരെ സജ്ജരാക്കുന്നതിന് ആവശ്യമായ പരിശീലനം നൽകുന്നത് അടക്കമുള്ള പ്രവർത്തനങ്ങൾ വിജ്ഞാന എന്ന പേരിൽ കഴിഞ്ഞ 6 മാസമായി നടന്നുവരുന്നു. ജില്ലയിലെ 12 ബ്ലോക്കുകളിലും 6 നഗരസഭകളിലുമായി ജോബ് സ്റ്റേഷനുകൾ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. DWMS പ്ലാറ്റ്ഫോമിൽ ഇതുവരെ 1.15 ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തവരിൽ തൊഴിലന്വേഷകരായി 27,000-ഓളം പേരുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിജ്ഞാന ആലപ്പുഴ പദ്ധതിയുടെ ഭാഗമായി 5,300 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. KDISCുമായി സഹകരിക്കുന്ന വിവിധ തൊഴിൽ സമാഹരണ ഏജൻസികളുടെ 4 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. 10ാം തരം മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള വിവിധ വിദ്യാഭ്യാസ യോഗ്യതകൾക്കനുസരിച്ച് തൊഴിലുകളുണ്ട്. പ്രാദേശികമായി ലഭ്യമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി ജനുവരി 10-ന് ആലപ്പുഴയിലും 14-ന് എറണാകുളത്തും വിവിധ വ്യവസായ സ്ഥാപന മേധാവികളുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇത് കൂടാതെ ജില്ലയിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കരിയർ ജോബ് ഡ്രൈവുകളും വരും ദിവസങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. വിജ്ഞാന ആലപ്പുഴ പദ്ധതിയുടെ ഭാഗമായി ഫെബ്രുവരി 1-ന് മെഗാ തൊഴിൽ മേള ആലപ്പുഴ SD കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തുമെന്നും KG രാജേശ്വരി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിനു ഐസക് രാജു, വത്സല മോഹൻ, MP പ്രിയ, അഡ്വക്കേറ്റ് TS താഹ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ്, സെക്രട്ടറി KR ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തകർക്കുന്ന ബ്ലൂ ഇക്കോണമി നയത്തിനെതിരെ ജനുവരി 17-ാം തീയതി കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ജനറൽ സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ കടലിനെ സർവനാശത്തിലേക്ക് നയിക്കാൻ പോകുന്ന ധാതു ഖനനം അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനിച്ച് അതിൻ്റെ പത്രപരസ്യം ഇപ്പോൾ വന്നിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഖനനം നടത്തുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിനോട് കേന്ദ്ര ഗവൺമെൻറ്റിൽ ബന്ധപ്പെടുകയും നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ നിലപാടുകൾ കേന്ദ്രത്തെ പൂർണ്ണമായി അറിയിച്ചു. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിനെ പോലും അറിയിക്കാതെ ജനുവരി മാസം 11-ാം തീയതി ഗാസെബോഹാർ ഹോട്ടൽ റെനൈ കൊച്ചി അവിടെ വെച്ചിട്ടാണ് ഈ ഇൻട്രസ്റ്റ് ക്ഷണിക്കുന്നതിന് വേണ്ടിയുള്ള ഈ മൈനിങ് ആൻഡ് ഡിഗൈനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്പനികളുടെ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. ഈ മീറ്റിംഗിൽ താല്പര്യമുള്ളവർക്കെല്ലാം പങ്കെടുക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരസ്യം മാത്രമാണ്, മിനിസ്ട്രി ഓഫ് മൈൻസിൻ്റെ പരസ്യം മാത്രമാണ് നമ്മുടെ ശ്രദ്ധയപ്പെടുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ പോലും അറിയിക്കാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ മത്സ്യത്തൊഴിലാളി സംഘടനകളൊക്കെ സമരം ചെയ്തപ്പോൾ ഇങ്ങനെ ഖനന പ്രക്രിയയിലേക്ക് പോകുന്നതിന് മുമ്പായി ബന്ധപ്പെട്ടവരുമെല്ലാമായി ചർച്ച ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. കടലിന്റെ ആവാസ വ്യവസ്ഥയെ പൂർണ്ണമായും തകർത്തുകൊണ്ട് കടലിലെ മണലും ധാതു സമ്പത്തുകളും കൊള്ളയടിക്കാനുള്ള കോർപ്പറേറ്റുകളുടെ തീരുമാനത്തിന്റെ ഭാഗമായി മോദി സർക്കാർ നടപ്പിലാക്കുന്ന ബ്ലൂ എക്കോണമി എന്ന നയം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ കേരളത്തിന്റെ അഭിപ്രായം ആരായാതെ 2025 ജനുവരി 11-ന് കൊച്ചിയിൽ വെച്ച് ഡ്രഡ്ജിംഗ് കമ്പനികളുടെയും മൈനിങ് കമ്പനികളുടെയും കൂട്ടുപിടിച്ച്
അൺലോക്കിംഗ് ബ്ലൂ എക്കോണമി എന്ന പേരിൽ നമ്മുടെ ധാതു സമ്പത്ത് ലേലം ചെയ്യാനുള്ള നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി റോഡ് ഷോ സംഘടിപ്പിക്കുന്നു. ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തകർക്കുന്ന നടപടികളുമായി മുമ്പോട്ട് പോകുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി മത്സ്യത്തൊഴിലാളികൾ ജനുവരി 17-ന് സംസ്ഥാനത്തെ മുഴുവൻ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും മാർച്ച് ധർണയും സംഘടിപ്പിക്കുമെന്നും PP ചിത്തരഞ്ജൻ പറഞ്ഞു. മുതിർന്ന സ്ത്രീകളുടെ ഒറ്റപ്പെടൽ സമൂഹം ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണെന്നും അവരുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി. ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ നടന്ന വനിതാ കമ്മീഷൻ മെഗാ അദാലത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ജില്ലയിൽ വനിതാ കമ്മീഷന് മുമ്പിൽ എത്തുന്ന പരാതികളുടെ എണ്ണം വർദ്ധിക്കുന്നതായും കമ്മീഷനിൽ നിന്നും പരാതികൾക്ക് പരിഹാരം ഉണ്ടാകുമെന്നുള്ള ജനങ്ങളുടെ വിശ്വാസവും കമ്മീഷന്റെ സ്ത്രീ സൗഹൃദ അന്തരീക്ഷവുമാണ് ഇതിന് പ്രധാന കാരണമെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു. മുതിർന്നവരുടെ ഒറ്റപ്പെടൽ, വഴിത്തർക്കങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികളായിരുന്നു വെള്ളിയാഴ്ച പരിഗണിച്ചവയിലേറെയും. ആകെ പരിഗണിച്ച 65 പരാതികളിൽ 14 എണ്ണം തീർപ്പാക്കി. 6 പരാതികൾ പോലീസിന്റെയും ജാഗ്രതാ സമിതിയുടെയും റിപ്പോർട്ടിനായി കൈമാറി. 40 പരാതികൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കും. അഡ്വക്കേറ്റ് ജിനു എബ്രഹാം, അഡ്വക്കേറ്റ് രേഷ്മ ദിലീപ്, കൗൺസിലർ അഞ്ജന M നായർ, വനിതാ CPO TA അഞ്ജന എന്നിവർ പങ്കെടുത്തു. പച്ച ചെക്കിടിക്കാട് ലൂർദ് മാതാവ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 42ാമത് വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും സീറോ മലങ്കര കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസനാധിപൻ ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് ലൂർദ് മാതാവ് പള്ളിയുമായി ചെക്കിടിക്കാട് പ്രദേശവുമായി അടുപ്പം വരുവാനുള്ള ഒരു കാരണമുണ്ട്. എൻ്റെ അന്യാനുകൂലനായ ഈശോ സമാഗമായിരുന്ന AC ജോർജ് എനിക്കുള്ളിൽ വെച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് ഇത്. ഞാനൊരു വൈദ്യ വിദ്യാർത്ഥിയായി ദൃശ്യാമ്പലയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അതിനുശേഷം അച്ഛൻ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന പ്രിൻസിപ്പലായി സേവനശിക്ഷ ഗർമാർത്തോ കോളേജിൻ്റെ പ്രിൻസിപ്പലായിരിക്കുന്ന അവസരത്തിലാണ് ഞാൻ MA അഡ്മിഷന് വേണ്ടി മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത്. ഗ്രാജുവേഷനൊക്കെ കേരളത്തിലെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയും മാർത്താണ്ഡം ക്രിസ്ത്യൻ കോളേജിലൊക്കെ ആയിരുന്നുകൊണ്ട് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള നിലയിൽ മധുരയിലേക്ക് പോകുന്നത്. അപ്പോൾ അഡ്മിഷൻ രജിസ്റ്റർ ചെയ്ത സമയം കഴിഞ്ഞു. അപ്പോഴാണ് എൻ്റെ പുതുപോലെ പ്രിൻസിപ്പലായിരിക്കുന്ന അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പറാണ്. അദ്ദേഹത്തെ കടന്നു ദേവനെ പറഞ്ഞു, രജിസ്ട്രാർ എൻ്റെ ഫ്രണ്ടാണ്, ഈ ലെറ്റർ കൊണ്ട് കൊടുത്താൽ മതി. പച്ച ചെക്കിടിക്കാട് ലൂർദ് മാതാ ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ചൂളപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ മനോജ് കറുകയിൽ മുഖ്യ പ്രഭാഷണം നടത്തി. യോഗത്തിൽ വെച്ച് അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ഗണിതശാസ്ത്ര അധ്യാപകനും സ്കൂൾ പ്രിൻസിപ്പലുമായ തോമസ് കുട്ടി മാത്യു ചീരംവേലിൽ, സാമ്പത്തിക ശാസ്ത്ര അധ്യാപകൻ ഷിജോ സേവ്യർ കല്ലുപുരക്കൽ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. തുടർന്ന് സ്കൂൾ പ്രതിഭകൾക്കുള്ള പുരസ്കാരങ്ങളും സമ്മാനിച്ചു. ഹെഡ് മിസ്സസ് അന്നമ്മ ജോസഫ്, റൂബിൻ തോമസ്, ലവ്ലി ജോസഫ്, എടത്തുവ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തിരുവാഭരണ ഘോഷയാത്ര, മകരവിളക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട് പോലീസ് ക്രമീകരണങ്ങൾ പൂർണ്ണ സജ്ജമായതായി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി VG വിനോദ്. തിരുവാഭരണ ഘോഷയാത്ര 12-ന് ദർശനത്തിനും വിവിധ ചടങ്ങുകൾക്കും ശേഷം പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ഉച്ചയ്ക്ക് 1-നാണ് സന്നിധാനത്തേക്ക് പുറപ്പെടുക. യാത്രയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. രാത്രി 9:30-ന് അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ വിശ്രമിക്കും. 13-ന് പുലർച്ചെ 3-ന് പുറപ്പെടുന്ന ഘോഷയാത്രയുടെ വിശ്രമം രാത്രി 9-ന് ലാഹയിലാണ്. മകരവിളക്ക് ദിവസമായ 14-ന് ലാഹയിൽ നിന്നും പുറപ്പെട്ട് ഉച്ചയോടെ വലിയാനവട്ടത്ത് എത്തും. അവിടെ നിന്നും ദേവസ്വം അധികൃതർ സ്വീകരിക്കും. പമ്പയിൽ ഘോഷയാത്ര എത്തില്ല. പാണ്ഡിത്താവളം, ചെറിയാനവട്ടം, നീലിമല, അപ്പാച്ചിമേട് വഴി വൈകിട്ട് 4-ലാണ് ശബരി പീഠത്തിലെത്തുക. തുടർന്ന് 5:30-ക്ക് ശരംകുത്തി വഴി യാത്ര തുടർന്ന് 6:15-ന് കൊടിമര ചുവട്ടിൽ സ്വീകരിക്കപ്പെടും. തുടർന്ന് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തും. പിന്നീട് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയും. തുടർന്ന് ആകാശത്ത് മകരജ്യോതി നക്ഷത്രം ദൃശ്യമാകും. ജനുവരി 18 വരെ നെയ്യഭിഷേകവും കളഭാഭിഷേകവും ഉണ്ടാകും. 20-നാണ് നട അടയ്ക്കുന്നത്.
ഘോഷയാത്രയുടെ പാതകളിലും മറ്റും തീർത്ഥാടകർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ട സജ്ജീകരണങ്ങളും ഗതാഗത ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ഘോഷയാത്രയ്ക്കുള്ള സുരക്ഷയും ഉറപ്പാക്കി. തിരുവാഭരണത്തെ അനുഗമിക്കുന്ന പോലീസ് സംഘം ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥരെ ആവശ്യത്തിന് നിയോഗിച്ചു. 14-ന് തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോയി കഴിഞ്ഞ് പമ്പയിൽ നിന്ന് ഭക്തർക്ക് സന്നിധാനത്തേക്ക് ദർശനത്തിന് എത്താനാവൂ. അന്ന് രാവിലെ 10-ന് ശേഷം തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. വൈകുന്നേരം തിരുവാഭരണം സന്നിധാനത്തെത്തി ദീപാരാധനയും മകരജ്യോതി ദർശനവും കഴിഞ്ഞ് ഭക്തരെ പ്രവേശിപ്പിക്കൂ. മകരവിളക്കുമായി ബന്ധപ്പെട്ട ഗതാഗത ക്രമീകരണങ്ങളും പൂർണ്ണ സജ്ജമായതായി ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. വിളക്കിന് ശേഷം നിലയ്ക്കൽ നിന്നും പുറത്തേക്കുള്ള വാഹനങ്ങൾ ഇലവുങ്കൽ, കണമല, പ്ലാപ്പള്ളി, ലാഹ, പെരുന്നാട്, വടശ്ശേരിക്കര എന്നിങ്ങനെ യാത്ര ചെയ്യണം. എരുമേലിയിൽ നിന്നുള്ള വാഹനങ്ങളെ റാന്നി, ചേത്തോങ്കരയിൽ നിലയ്ക്കലേക്ക് തിരിയാൻ അനുവദിക്കില്ല. മന്ദിരമ്പടിയിലേക്ക് ഇവ തിരിഞ്ഞ് യാത്ര തുടരേണ്ടതാണ്. എല്ലാ പാർക്കിംഗ് ഗ്രൗണ്ടുകളിലും ഭക്തർക്ക് വിവിധ വകുപ്പുകളുമായി ചേർന്ന് ആവശ്യ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിളക്ക് കഴിഞ്ഞാലുടൻ പമ്പയിൽ നിന്നുള്ള അറിയിപ്പനുസരിച്ച് വാഹനങ്ങൾ പുറത്തേക്ക് വിട്ടുതുടങ്ങും. ഗതാഗത ക്രമീകരണങ്ങളുടെ ഭാഗമായി മേഖലയെ 13 ഡിവിഷനിലായി തിരിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്ക് വിന്യസിച്ചിരിക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7240 രൂപ, പവന് 57,920 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.